റൈസ് ടു 9 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 324-നെ 9 പ്രാവശ്യം ഗുണിച്ചത്. 324-നെ 9 തവണ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സംഖ്യയാണ്. ഞാൻ അത് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഈ ഒരു സംഖ്യക്ക് ഹൗ മെനി ഫാക്ടേഴ്സ്? 324 ഓൾ റൈസ് ടു 9 എന്നത് സംഖ്യക്ക് ഹൗ മെനി ഫാക്ടേഴ്സ്, എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് എന്റെ ചോദ്യം. കുട്ടികൾക്ക് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. 18 എന്ന് എഴുതാം. 18 × 18 ഓൾ റൈസ് ടു 9 എന്ന് നമുക്ക് 324 എഴുതുന്നതിൽ തെറ്റില്ല. ശരി, അങ്ങനെ എഴുതി. അടുത്തത് എന്താ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. ഈ 18 നമുക്ക് പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇത് പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലൈറ്റ് ഗുണിക്കാൻ കഴിയുക? 18-നെ ആർക്കെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാമോ? 18 എങ്ങനെ 2 or 3 പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്യാം? അഭാജ്യ സംഖ്യകളുടെ ഭാഗമായിട്ട് എങ്ങനെ കട്ട് ചെയ്യാം? 3 × 3. ഓക്കെ, 3 × 3 9 ആണ്. അടുത്തത് × 2. വെരി ഗുഡ്. 3 × 3 അങ്ങനെ 9 കിട്ടുന്നു. 9-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടുന്നു. അത് ശരിയാണ്, സൂര്യദേവ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ സൂര്യദേവ് ഒരു 18 അല്ലാതെ ഉള്ളത് 2 18 ഉണ്ടല്ലോ. വീണ്ടും നമുക്ക് 3 × 3 × 2 എന്ന് എഴുതാമല്ലോ. ഇതെല്ലാം ചെയ്താൽ 329 സൂര്യദേവെ കിട്ടുക. യെസ് ഓർ നോ? യെസ്. അപ്പം ഇതിങ്ങനെ എഴുതാം, ഓൾ റൈസ് ടു 9. ഇവിടെ 3 എത്ര തവണ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4. അത് 3 റൈസ് ടു 4 ആണ്. ബോർഡ് കാണുന്നുണ്ടോ സൂര്യദേവേ? ബോർഡ് കാണുന്നുണ്ട്. എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് സയാൻ? 99. എന്താ 100 തികയാത്തത്? 600-ലധികം കുട്ടികളുടെ ഗ്രൂപ്പില് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു 20 പേര് മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക്. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ അധികം രാവിലെ ആയിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഉത്തരം 15 ഘടകങ്ങളാണോ? ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. 2 ഇവിടെ എത്ര പ്രാവശ്യം എഴുതി ഗുണിച്ചിട്ടുണ്ട് സൂര്യദേവ്? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. അതിന് നമുക്ക് 2 റൈസ് 2 എന്ന് എഴുതാം. ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടാൻ പ്രൈം നമ്പർ അതിന്റെ മേലെയുള്ള പവറിന്റെ കൂടെ +1 ചേർത്ത് കൊടുക്കണം. ഇവിടെയും +1 ചേർക്കണം. അങ്ങനെ നമുക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? 5, 4 1 5, 2 1 3, 5 × 3. നമ്മുടെ ആൻസർ റെഡിയാണ്, 15 ഘടകങ്ങൾ. മുഹമ്മദ് സയാന കാര്യം മനസ്സിലായോ? മനസ്സിലായി. എങ്കിൽ ഇതെങ്ങനെയാണ് 15 കിട്ടിയത് എന്ന് വിവരിച്ചു കൊടുക്കും മകനെ. അതിന് 324 സ്ക്വയർ റൂട്ട് ആണ് 18. 18-നെ പ്രൈം നമ്പേഴ്സ് ആക്കി കട്ട് ചെയ്ത് എഴുതിയപ്പോ 3 × 3 × 2 × 3 × 3 × 2 എന്ന് കിട്ടി. അപ്പോൾ 3 × 2 എത്ര? ആ 18 × 18-നെ പ്രൈം നമ്പേഴ്സ് ആയി കട്ടാക്കിയതില് എത്ര 3ഉം എത്ര 2ഉം ഉണ്ടെന്ന് താഴത്തേക്ക് എഴുതി. 3 റൈസ് ടു 4ഉം 2 റൈസ് ടു 2ഉമായി. അപ്പൊ പ്രൈം നമ്പേഴ്സിന് ഫാക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈം നമ്പേഴ്സിന്റെ പവറിനായിട്ട് 1 പ്ലസ് ചെയ്താൽ മതി. അപ്പൊ ഇതില് 4 + 1ഉം 2 + 1ഉം കിട്ടി. അതിനെ നമ്മൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്തു. 5 × 3 = ആൻസർ 15. 15 ആണ് 324-ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം ചിത്രം വരയ്ക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ 6 മാർക്കിന്റെ ചോദ്യം ഈ പ്രാവശ്യം നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റിയിൽ നിന്നുണ്ടാവും. പ്രധാനമായിട്ടും കൗണ്ടിങ് ഫിഗേഴ്സിനൊക്കെയാണ് ചോദിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം.
ഒരു ബോക്സ് വരയ്ക്കാം. റെക്ടാങ്കിൾ ആയിക്കോട്ടെ. എല്ലാവരും പെൻസിൽ കൊണ്ട് എന്റെ കൂടെ തന്നെ ഒരു റെക്ടാങ്കിൾ വരച്ചോളൂ. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ്. യെസ്. Yes, sir. Yes, ആ sir. റെക്ടാങ്കിളിനെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചെറിയ കുഞ്ഞ് റെക്ടാങ്കിൾ ആക്കി ഇങ്ങനെ മാറ്റും. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. വരച്ചു സാർ. ഇവിടെ Yes, sir. കട്ട് ചെയ്യൂ, ഇങ്ങനെ കട്ട് ചെയ്യൂ. അതിനുശേഷം ഈ റെക്ടാങ്കിളിനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യൂ. ആരെല്ലാം ആണെന്ന് പോയിക്കല്ലേ. മൈക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും മൈക്ക് ഓൺ ചെയ്യാത്തത്. കോഹോസ്റ്റ് ആയ കുട്ടികളുടെ മൈക്ക് ഓൺ ആണ്, അവർക്ക് സംസാരിക്കാം. അവരാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരികയും വേണം. ശരി, മുഹമ്മദ് സയാൻ, എന്റെ ചോദ്യം ഇതാണ്: ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ഹിയർ? ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇതിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്? ഇവിടെ ചതുരങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. ആൻസർ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ആരെങ്കിലും ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറയും. പറയാൻ ആൻസർ പറയട്ടെ. ആരാണ് ആൻസർ പറയുന്നത്? പറയൂ. 6 ആണെന്ന് തോന്നുന്നു. ഈ സുജിഷ, സാറ് കൊറേ ആള് 6, 7 സുജിഷ ഗ്രിജിൽ എന്നൊരു കുട്ടി. അത് കുട്ടിയുടെ പേരെന്താ? സുജിഷ ഗ്രിജിൽ എന്ന ഐഡിയുള്ള ആദിദേവ് ഏത് സ്കൂളാണ്? സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ചോ. വെരി ഗുഡ്. സർവോദയം ഈ വയനാട്ടിലാണല്ലയോ? അതെ സർ. അതെ. ആദിദേവേ, ഇതിലെ റെക്ടാങ്കിളിന്റെ എണ്ണം കിട്ടിയോ? കിട്ടുന്നുള്ളൂ സർ. 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ മുഹമ്മദ് സയാൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ ആർക്കെങ്കിലും വേറെ കിട്ടിക്കാൻ നോക്കട്ടെ. മൈക്ക് ഓൺ ആണ്, പറയൂ. എത്രയാണ്? 10. 11 കാണുന്നുണ്ട്. പിന്നെ 10. നമുക്ക് 11 പറഞ്ഞ കുട്ടീനെ വിളിക്കാം. ഞാൻ 11 പറഞ്ഞ കുട്ടീനെ വിളിക്കട്ടെ. പക്ഷെ 11 അല്ലാന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. നമുക്ക് വേണമെങ്കിൽ അതൊരു കട്ടിങ് കൂടി കൊടുത്തു നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. സാർ ഒരു കുട്ടി മനസ്സിലായില്ല എന്ന് പറയുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. ഇവിടെ ഇങ്ങനെ ഞാൻ ഒരു കട്ടിങ് കൂടി കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും നോക്ക്. ഇവിടെ ഒരു കട്ടിങ് കൂടി കൊടുത്തു. ഇവിടെ ഇതിലിപ്പം എത്ര റെക്ടാങ്കിൾ ഉണ്ട്, എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ചതുരങ്ങൾ എന്തായാലും ആ കുട്ടിക്ക് അറിയാലോ. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക, എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5, 6. മുഹമ്മദ് സയ്യാൻ, ഇനി എത്ര ഉണ്ട്? 6 ഞാൻ മാർക്ക് ചെയ്തു. 6 3 7, 7 3 8, 8 3 9, 9 1 10, 10 3 11,
11 1 12. എത്ര കുട്ടികൾക്ക് 12 ലഭിച്ചിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട് സാർ. കിട്ടിയിട്ടുണ്ട് സാർ. കിട്ടിയിട്ടുണ്ട് സാർ. കിട്ടിയിട്ടുണ്ട് സാർ. അപ്പൊ 12. അപ്പം ഇവിടെ ആദ്യത്തെ ചിത്രം ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയും കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായ എണ്ണം കിട്ടുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഹലോ, എന്താ പറയാൻ നോക്കിയത് പറയും. ആരോ എന്താ പറയാൻ നോക്കിയല്ലോ. ശരി, അടുത്ത ചിത്രം നോക്കാം. ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ഇപ്രാവശ്യം ചോദിക്കും. ഒന്നുകിൽ റെക്ടാങ്കിൾ, അല്ലെങ്കിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ സ്ക്വയർ. ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമാകാം. ട്രയാങ്കിളിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇനി ആദ്യം നമുക്കൊരു സ്ക്വയർ ഇങ്ങോട്ട് വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ്. യെസ് സാർ. യെസ്. അതിനെ വീണ്ടും 4 തുല്യ സ്ക്വയർ ആക്കി നമുക്കത് മാറ്റി വെക്കാം. നാല് തുല്യ സ്ക്വയർ ആക്കി മാറ്റി എന്ന് വിചാരിക്കുക. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ്. യെസ് സാർ, വരച്ചു. അതിനെ വീണ്ടും ഇങ്ങനെ ഒന്ന് കൊടുത്തു വെക്കാം. ചോദ്യം ഇതാണ്, ഇതിലെ ട്രയാങ്കിൾസിന്റെ എണ്ണം എത്ര? ഇതിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. സൂര്യദേവ്. സാറേ 12 ആണോ? 12 ശരിയാണ്. 12 ആണ് ശരി. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ആ സമയത്ത് ഏതൊക്കെ രീതിയിലാണ് വരിക അത് പഠിക്കേണ്ടതുണ്ട്. 1 2 3 4 5 6 7 8. ഈ 8 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എങ്ങനെയാ 12 4 എങ്ങനെ കിട്ടുന്ന സൂര്യദേവ്? അത് ബാക്കി മറ്റേ നടുവിൽ 8 1 9 1 10. ഇല്ല, നേരെ തിരിച്ചുണ്ട്. തിരിച്ചുണ്ടോ? ഓഹോ. അപ്പം ഇങ്ങനെയും കിട്ടും ഇങ്ങനെയും കിട്ടും. അങ്ങനെയാണ് 12 കിട്ടുന്നത്. അപ്പോൾ ട്രയാങ്കിളുമായി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി ഒരാൾ കൂടി വരാൻ ബാക്കിയുള്ളൂ. അതാരാണ്? സർക്കിൾ. സർക്കിള് ചോദിക്കൂല. സർക്കിളിന്റെ എണ്ണം ചോദിക്കൂല. പിന്നേതാ? സ്ക്വയറിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന നോക്കാം. സ്ക്വയറിന്റെ എണ്ണം. ഈ കടവത്തൂർ വെസ്റ്റ് യു പിയിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് പറയൂ. കടവത്തൂർ വെസ്റ്റ് യു പി. ഉണ്ട്. പേരെന്താ? ജഹാൻ. 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 12 ആണോ സാർ? അത് 12 കഴിഞ്ഞു. യെസ്, ഓക്കെ. ജഹാൻ. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താ? വീണ്ടും നമ്മള് ആദ്യം റെക്ടാങ്കിൾ വരച്ചിട്ട് അതിന്റെ സ്ക്വയർ ആക്കാൻ നോക്കാം നമുക്ക്. എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇങ്ങനെ കട്ട് ചെയ്യട്ടെ.
ഇത് അളവെടുത്ത് വരയ്ക്കുന്നതാണ്. സ്ക്വയർ ആണെന്ന് നിൽക്കാൻ നിങ്ങൾ വിചാരിക്കുക. ഞാനിവിടെ അളവൊന്നും എടുക്കാതെ വരച്ചാണ്. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം സ്ക്വയർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ 4 വശവും തുല്യമായിരുന്നു. സമയക്കുറവുകൊണ്ട് അളവൊന്നും എടുത്തിട്ടില്ല. അടുത്ത എന്താ പ്രശ്നം? എന്താണ് കേട്ടില്ല? ആരെന്തോ പറഞ്ഞല്ലോ. ഇതും സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ചോദ്യം ഇതാണ്, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ there? ഇതിനെത്ര സമചതുരങ്ങളുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്നും അളവെടുത്തിട്ടില്ല, ഇതെല്ലാം സ്ക്വയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ സാർ ഇതും സ്ക്വയർ ആണ്. 10 പറയും. സാർ 10 10 അല്ലെ 9? 1, 2, 3, 4, 5, 6, 7, 8. 10 അല്ലെ 9? ചെറിയതില്ല സ്ക്വയർ ആണ് ഉദ്ദേശിച്ചത്. എത്ര ഉണ്ട് മക്കളെ? ചുവന്ന വശമുണ്ട്. 9. 9. 7, 8, 9 തന്നെ. 9 തന്നെയായിരുന്നു. അപ്പോ 9 സ്ക്വയർ. നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ത്രികോണത്തിന്റെ എണ്ണം, ചതുരത്തിന്റെ എണ്ണം, സമചതുരത്തിന്റെ എണ്ണം, ട്രയാങ്കിള്, റെക്ടാങ്കിള്, അതുപോലെ സ്ക്വയേഴ്സ്. ഇതിന്റെ എണ്ണം ഏതെങ്കിലും രീതിയിൽ കോലം വരച്ചിട്ട് നിങ്ങളോട് ചോദിക്കും. ശരി, ഇത് നമുക്ക് ഫ്രാക്ഷൻ ഒരു ചോദ്യമാകാം. ഫ്രാക്ഷൻ എന്ത് ചോദ്യം തരേണ്ടത് നോക്കട്ടെ. മുഹമ്മദ് സയാൻ, ഇത് എത്രയാണ് വായിക്കുക? പോയോ? ഇല്ല സാർ, ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, പേന ഒന്ന് എടുക്കട്ടെ. ഈ സംഖ്യ എത്രയാണ് വായിക്കുക? 8/19. ഇതോ? 9/18. ഇതോ? 7/13. ഇതോ? 8/17. ഇതിലെന്റെ ചോദ്യം എന്തായിരിക്കാം? ഇത് മുഴുവൻ ഗുണിക്കാനാണ്. ആർക്ക് പറയാം? ഇതിലെന്റെ ചോദ്യം എന്തായിരിക്കാം? വലിയ ഫ്രാക്ഷൻ ഏതാണ്? ശരിയാണ്, എന്റെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഇതിലെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്നാ ചോദ്യം. വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഇതിലെ വലിയ ഭിന്നസംഖ്യ ഏതാണ്? മോൻ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. 7/10. ഹോസ്റ്റായ കുട്ടികൾ വേറെ ഏതൊരു കുട്ടിയുണ്ടല്ലോ, NCC മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടിന്റെ പേരെന്തായിരുന്നു? 7/13. മുഹമ്മദ് സയാൻ. 13. യെസ്, മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? മുഹമ്മദ് സയാൻ. മുഹമ്മദ് സയാൻ. വേറെ ഏതൊരു കുട്ടി വന്നിക്കല്ല മുന്നോട്ട്? സമീർ എന്നുള്ള ഐഡിയ ഉള്ള കുട്ടി. മൈക്ക് ഓണാക്കാൻ കഴിയുന്നില്ലേ? സമീർ. എന്താ മോന്റെ പേര്? ടെബിൻ മുഹമ്മദ്. ഏത് സ്കൂളാ? ഹിമായത്തുൽ ഇസ്ലാം. വെരി ഗുഡ്. ഹിമായത്തുൽ ഇസ്ലാമിലെ കുട്ടിയാണ്. മോനിപ്പോ മൈക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ? മറ്റുള്ള കുട്ടികളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ, സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം മോന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? മോന്റെ മൈക്ക് ഓൺ ചെയ്യുന്നവർക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട്. ഇത് 7/13 എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ?
ഹിമായത്ത് സ്കൂളിലെ കുട്ടീനോടാ ചോദ്യം. ഇത് 7/13 കിട്ടിയത് എങ്ങനെയാണെന്ന് തിരിഞ്ഞോ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇല്ല. ആ അപ്പൊ ശ്രദ്ധിച്ചോളൂ. ആദ്യം ഇങ്ങനെ നോക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമാണെങ്കിൽ അപ്പൊ ന്യൂമറേറ്റർ അടുക്ക് ഞാൻ പറയട്ടെ, ശ്രദ്ധിക്ക. ആര് എന്തോ പറഞ്ഞല്ലോ. 9 13 കൂട്ടി ഇൻറ്റു ചെയ്താൽ പോരെ? 9 കൂടി 13 ഇൻറ്റു ചെയ്ത് 18 ഇൻറ്റു ചെയ്യുക. 9 കൂടി 13 കൂട്ടാനാ ഇൻറ്റു. അതിന്റെ മുമ്പ് ഇവര് രണ്ടാളാരാ വലുത് നോക്കണ്ടേ? അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നാലോ വലുത്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇവർ രണ്ടാളൊന്ന് കുസ്തി പിടിക്കട്ടെ. ഈ 8/19 9/18 വലുതേതാന്ന് നോക്കിക്കൂടെ? അതിലേതാ വലുത്? 7/13. എന്റെ ചോദ്യം ഇവർ രണ്ടല്ല ആരാണ് വലുതെന്നാ ചോദ്യം. 8/19 9/18. 9/18 ആ 9/18 7/13 വലുതാരാ നോക്കിക്കൂടെ? അതിലാരാ വലുത്? 7/13. ഇനി 7/13 8/17 വലുതേതാ നോക്കിക്കൂടെ? 7/13. അങ്ങനെ ശരിയാണ്. ഈ സംഭവം കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 18 8 കൊണ്ട് ഗുണിക്കുക, 19 9 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇതിൽ വലുതേതാണെങ്കിൽ തിരിയും. അങ്ങനെ ഒരു വലുതെടുത്തിട്ട് അടുത്ത ആളായിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ ഇതിന് വലുതേതാ തിരിയും. അങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. മനക്കണക്കായിട്ട് ചെയ്യുന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും പറയാം? മൈക്കോണാണ്. കൂടുതലാണെങ്കിൽ 18ന്റെ പകുതി 9 തന്നെ ഇവിടെ 13ന്റെ പകുതി 6.5 6.5 കൂടുതലായിട്ടുള്ളത്. ശരി. ഇത് 18ന്റെ പകുതി 9 9ന്റെ സമമാണിത്. ഇത് 19ന്റെ പകുതി എത്രയാ? 19 8.5 അല്ല 8.5 കുറവാണ് ഇവിടെ ഉള്ളത്. 17ന്റെ പകുതി 8.5. അപ്പൊ അതല്ലേ നല്ലത്. നമ്മളെന്തിനാ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നത്? പറഞ്ഞത് മറ്റുള്ള മക്കൾക്ക് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് അതായത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാതെ തന്നെ വലുതിനെ കണ്ടെത്താം എന്നാണ് നേരത്തെ ആ കുട്ടി പറഞ്ഞത്. അതെന്താന്ന് പറഞ്ഞാല് ഇവിടെ പകുതിയിലേക്കാൾ അധികം വരുന്ന ആരാന്ന് നോക്കിയാൽ മതി. പകുതിയിലേക്കാൾ അധികം വരുന്ന ആരാന്ന് നമുക്ക് നോക്കാം. ഒന്ന് 19ന്റെ പകുതി എടുക്കുക. 19ന്റെ പകുതി പറയുന്നുണ്ട്. അതിനെ പറയുന്ന നോ എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടി നമുക്ക് പറയാം. നമുക്ക് എന്നെ കൂടി ഇടപെടാം. 19ന്റെ പകുതി എത്രയാണ്? 8.5. പറയൂ. 9.5. യെസ്, 9.5 കുറവാണല്ലോ ഈ മേലെ കാണുന്ന 8. ഇനി 18ന്റെ പകുതി എത്രയാണ്? ഞാൻ കോഹോസ്റ്റോട് ചോദിക്കട്ടെ, എന്നാലേ ക്ലിയർ ആവും. 18ന്റെ പകുതി എത്രയാണ് മക്കളെ? 9. 9. ആ 9ന് സമമാണ് ഇവിടെ മേലെയുള്ള 9. ഇനി 13ന്റെ പകുതി എത്രയാണ്? 6.5. 6.5 കുറച്ച് കൂടുതലാണ് ഇത്. കണ്ട, 6 കൂടുതലാണ്. പകുതിയേക്കാൾ കൂടുതൽ വന്നു. ഇനി 17ന്റെ പകുതി എത്രയാണ്?
എട്ടരല്ലേ? എട്ടര. മൈക്ക് എല്ലാരും കൂടി പറയില്ല, എല്ലാരും കൂടി പറയില്ല. ഈ മുഹമ്മദ് സയാൻ കേൾക്കാമോ? യെസ് സാർ. ഒരാൾ പറയട്ടെ. 17ന്റെ പകുതി എട്ടര. എട്ടര. എട്ടരേക്കാൾ കുറവല്ലേ ഈ 8? യെസ്. ഇപ്പൊ മേലെ നോക്കിക്കോളൂ. 9-നേക്കാൾ കുറവ് 8. 9-ന് സമമായിട്ട് 9 ഇവിടെ. 6-നേക്കാൾ ലേശം കൂടുതൽ 7. 8-നേക്കാൾ കുറവാണ് 8. അപ്പൊ സത്യത്തിൽ ഇനി വലുത് 6-നേക്കാൾ കൂടുതലുള്ള 7 അപ്പൊ 7-13 ശരി. അപ്പൊ നമുക്ക് മനക്കടക്കായിട്ട് ഈ കണക്ക് ചെയ്തൂടെ മുഹമ്മദ്? യെസ് ഓർ നോ മുഹമ്മദ് ഖാൻ? യെസ് സാർ. അടുത്ത ചോദ്യം നോട്ട് ചെയ്തോളൂ. ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ 3 സൈഡ്, ഒന്ന് എക്സ് ആണ്, തന്നിട്ടില്ല. മറ്റൊന്ന് 8 സെന്റിമീറ്റർ ആണ്, 8 സെന്റിമീറ്റർ. മറ്റൊന്ന് 12 സെന്റിമീറ്റർ ആണ്. ഇതാണ് ത്രികോണത്തിന്റെ 3 സൈഡും ഞാൻ തരുന്നത്. നിങ്ങളോട് ചോദ്യം ഇതാണ്: ഇതിൽ എക്സിന് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. മൈക്ക് മ്യൂട്ട് ചെയ്ത് ഓൺ ചെയ്ത് വെക്കല്ലേ ഹോസ്റ്റ്. ഇതിലെ എക്സിന് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? 18 ആണോ, 19 ആണോ, 20 ആണോ, അല്ല 21 ആണോ? കുട്ടികൾ കമന്റ് ചെയ്യട്ടെ. ഒരു ത്രികോണത്തിന്റെ 3 അളവുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതാണ് ട്രയാങ്കിൾ. അതിലൊന്നിന്റെ വില എക്സ് ആണ്, മറ്റൊന്ന് 8 ആണ്, മറ്റൊന്ന് 12 ആണ്. ഇവിടെ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വില ഏതാണ്? കുട്ടികൾ എത്രയാണ് മുഹമ്മദ് സയാൻ ടൈപ്പ് ചെയ്യുന്നത്? 19 ടൈപ്പ് 19 and 21. അപ്പം ഇതില് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ വില 19 ആണ്. ആട്ടെ, ഈ 19 കിട്ടിയ ഒരു കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ 19-നെ സെലക്ട് ചെയ്തതെന്ന് പറയാൻ കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കും. 8 + 12 20. അപ്പൊ 8 - 12 4. അപ്പൊ അതിന്റെ ഉള്ളിലായിരിക്കൂലേ? അപ്പൊ അതിന്റെ തെറ്റും കൂടുതലുള്ള 20 ആണ്. മനസ്സിലായില്ല മോളെ, ഒന്നുകൂടി പറയൂ. 8 + 12 20. 8 - 12 4. 20. മനസ്സിലായി. പിന്നെ 8 - 12 4. 8 12 - 8 4. പിന്നെ അപ്പൊ അതിന്റെക്കാട്ടും 4-ന്റെക്കാട്ടും മുകളിലായിരിക്കില്ലേ? അപ്പൊ ഏറ്റവും കൂടുതലുള്ള 20 അല്ലേ? അതൊരു വഴിയാണ്. ശരിയാ. മോളെ പേരെന്താ? ആനിയ. ആനി ഏത് സ്കൂളാ? GVPS നാദാപുരം. നാദാപുരത്തെ കുട്ടിയല്ലേ. ആനിയുടെ കണക്കിലെ മാഷ പേരെന്താ? ആനിയൊക്കെ കണക്കെടുക്കുന്ന സാറിന്റെ പേരെന്താ? നവ്യ മിസ്സാ. നവ്യ മിസ്സാൻ. ഓക്കെ. ആരാ ആനിയൊക്കെ ഈ നമ്പർ, ഈ ID തന്നത്? അഷ്റഫ് സർ. അഷ്റഫ് സാർ എന്നാ. ഓക്കെ. അഷ്റഫ് സാറും കണക്കാണ് എടുക്കാറ്? യെസ്. യെസ്. ഓക്കെ. അപ്പൊ നാദാപുരം GUP ആണ്. ഓക്കെ. നാദാപുരം GUP-ലെ ആനിയാണ് പറഞ്ഞിരിക്കുന്നത്. 8ഉം 12ഉം കൂട്ടിയാൽ 20. അത് നമുക്കിവിടെ 19 ഇട്ട് വെക്കാം. ആനിയെ കണ്ടുപിടിച്ച എന്താ സംഭവിക്കുന്ന നോക്കണം. 8 + 12 20. അത് 19-നേക്കാൾ കൂടുതലാണ്. ഈ 18 ഇട്ടാൽ ഇവിടെ ത്രികോണം ആവില്ലേ ആനിയ? യെസ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഏറ്റവും വലിയ വില ഏതെന്നാണ്, അല്ലേ? അതാണ് നമ്മള് വലിയ വില. അപ്പൊ അതുകൊണ്ട് 19 കൊടുക്കാം. പക്ഷെ എന്റെ ചോദ്യം ആനിയ, ഇവിടെ 20 കൊടുത്താൽ എന്താ പ്രശ്നം? ഈ 20 കൊടുത്താൽ ത്രികോണമാകുമോ ആനിയ?
നോ. അതെന്തുകൊണ്ടാണ്? ആർക്കെ പറയാൻ പറ്റുമോ? ഇവിടെ 20 കൊടുത്താൽ ത്രികോണമാവില്ല എന്ന് ആനിയെ പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോ ആ, സൈഡിനേക്കാളും കൂടുതലായിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രികോണത്തിന്റെ 2 വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ അധികം കിട്ടിയാൽ അത് ത്രികോണം ആവും. പക്ഷെ ഇവിടെ തുല്യമായി പോവും. 12 8 കൂട്ടി 20 ആയി പോവും. അപ്പൊ ത്രികോണം യോജിക്കൂല. അതാണ് ആനിയ പ്രശ്നം. അനിയെ പോലെയുള്ള കുട്ടികള് ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് കോഹോസ്റ്റ് ആകാൻ മുന്നോട്ട് വരണം. അപ്പൊ ഓക്കെ. ആ കുട്ടികള് പിന്നെ ക്ലാസ് നടക്കുന്നതിന്റെ മുമ്പ് 15 മിനിറ്റ് മുമ്പ് ഏത് ഐഡിയിലാണോ നിങ്ങൾ ചേരുന്നത് ആ ഐ ഡി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയോ വിളിച്ച് പറയുകയോ ചെയ്താൽ മതി. 8686171729. അനിയ, ഈ 1729 എന്നത് ഒരു ലോക പ്രശസ്ത നമ്പറാണ്. ആരെ പേര് അറിയപ്പെടുന്നത്? രാമാനുജൻ നമ്പർ. രാമാനുജൻ നമ്പർ. രാമാനുജൻ നമ്പ്യാർ. രാമാനുജൻ നമ്പ്യാറാണ്. രാമാനുജൻ നമ്പർ അല്ലേ? അതെ, രാമാനുജ സംഖ്യയാണ്. രാമാനുജനും കൂടി നമ്പ്യാറാക്കി ഞങ്ങളിലും കൂടി. 17 എന്ന സംഖ്യ ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പറാണ്. ആനിയ 8ഉം 6ഉം കൂട്ടിയാൽ 28 കിട്ടുക. 28 എന്നത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. എന്താണ് ആനിയ ഈ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ? എല്ലാ സൈഡും പെർഫെക്റ്റ് ആയിണ്ട. അനകസംഖ്യ. അതായത് കുട്ടി അനകസംഖ്യ എന്ന് പറഞ്ഞു. ആനിയ, നമുക്ക് മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നമുക്ക് 28ന്റെ ഘടകങ്ങളൊന്ന് പരിശോധിക്കാം. ഈ 28ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ആനിയ? 1 2 4 7 14 28 28ന്റെ ഫാക്ടേഴ്സ്. നിങ്ങൾക്കറിയാം 1 × 28, 2 × 14, 4 × 7. നിങ്ങൾ ഈ 28നെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടിയാലും നിങ്ങൾക്ക് 28 ലഭിക്കുക. 6 എന്ന സംഖ്യക്ക് ആ പ്രത്യേകതയുണ്ട്. 496 ആ പ്രത്യേകതയുണ്ട്. 8128 ആ പ്രത്യേകതയുണ്ട്. ഇനിയും സംഖ്യകൾ ഉണ്ട്. ഇതിന് പറയുന്ന പേര് പെർഫെക്റ്റ് നമ്പർ എന്നാണ്. അപ്പൊ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് 3 നമ്പേഴ്സ് പഠിക്കാം. 8686171729. ഈ പ്രൈം നമ്പർ 25 കാണാതെ പഠിക്കുന്ന കുട്ടികൾക്ക് USS പരീക്ഷയ്ക്ക് 2 മാർക്ക് ഫ്രീ കിട്ടും. 2 മാർക്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ 25 പ്രൈം നമ്പർ കാണാതെ പഠിച്ചോളൂ. കാരണം ഒരു സംഖ്യ കണ്ട പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയണം. ആനിയ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് സർ. മോളെ 31 41 51 61 നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്. മോളെ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് മോളെ? കണ്ടോ? പ്രൈം നമ്പർ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. 51. പ്രൈം നമ്പർ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. അത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പറയും 51 കാരണം ബാക്കിയുള്ള സംഖ്യക്കെല്ലാം 2 ഘടകമുള്ളൂ ആനിയ. 51 1 51 അല്ലാതെ 3നെ 17 കൊണ്ട് ഗുണിച്ചാലും 51 കിട്ടും. 3 × 17 51 തിരിച്ചറിയില്ലെങ്കിൽ 20 വരെയുള്ള ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായിട്ട് പഠിക്കണം. പല കുട്ടികൾക്കുള്ള പ്രശ്നം ഇപ്പോ ഗുണനം കൂട്ടുന്നത് കുറയ്ക്കുന്നത് 3ാം ക്ലാസ്സിൽ നിന്നും 4ാം ക്ലാസ്സിൽ നിന്നും കിട്ടേണ്ടതായ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ കാരണം
അന്ന് കോവിഡ് ആയിരുന്നു. അതുകൊണ്ട് മക്കൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഗുണന പട്ടിക നന്നായിട്ട് പഠിച്ചോളൂ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊന്നും കിട്ടൂല. ആനിയൊക്കെ ഞാൻ പറഞ്ഞ തിരിഞ്ഞിക്കോ. പോയിരുന്നു മനസ്സിലായോ? യെസ് സാർ. ആനിയ ഇത് എത്രയാണ് നമ്മളെ വായിക്കുക? ഒരു പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. 0.001 എന്നാണ് ഇത് വായിക്കുക അല്ലേ? യെസ്. മോളെ ഇതിന്റെ പകുതി എത്രയാ? പോയിന്റ് കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. ഇതിന്റെ പകുതി എത്രയാണ്? സർ 0 സീറോ 0 സീറോ 0 അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗോ ഇവിടെ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക. ഒരു സീറോ നിങ്ങളൊന്ന് അധികം എടുക്കുക. 0 എന്നിട്ട് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 5 ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഇതിന്റെ പകുതി. ആനിയൊക്കെ മനസ്സിലായോ? സാറേ ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞില്ല. ആനിയ 1/2 എന്ന് പറഞ്ഞാല് അതിന്റെ ഡെസിമൽ എന്താണ് ആനിയ? 0.5. 0.5. അപ്പൊ 0.01/2 ആണെങ്കിലോ ആനിയ? 0.01/2 ആണെങ്കിലോ? സാറേ ഓ കേട്ടില്ല. 0.05. 0.005. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സീറോ ആണെങ്കിൽ നിങ്ങൾ 2 സീറോ കൊടുക്കണം ഞാൻ പറഞ്ഞതല്ലേ. പറയൂ പോയിന്റ് പറയുക. 0.005. ശരി. ഇനി 0.001ന്റെ പകുതി എത്രയാണ്? 0.00005. 0.005. അങ്ങനെയാണെങ്കിൽ 0.0001ന്റെ പകുതി എത്രയാണ്? 0.00001. ട്രിക്ക് പഠിച്ചു വെച്ചോളൂ. ട്രിക്ക് പഠിച്ച് ആവറേജ് എന്നൊരു ചോദ്യം തരാം. ശ്രദ്ധിക്കുക. ആവറേജ് എന്നൊരു ചോദ്യം നമുക്ക് നിർത്താം. കുറച്ച് സമയം 2 ചോദ്യം കൂടിയേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിത്രം വരയ്ക്കാൻ തോന്നുന്നുണ്ട് മക്കളെ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. കോഹോസ്റ്റ് പ്രത്യേകിച്ച് മൈക്ക് ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്യുക. മുഹമ്മദ് സയാൻ പോയോ? അവിടെ നിൽക്കണേ മോനെ, പോല്ല മോനെ. നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം വരച്ച് നോക്കിയാലോ? ആരോ മൈക്ക് ഓൺ ചെയ്യും. മുഹമ്മദ് സയാൻ അന്നേരം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അതാണ് മ്യൂട്ട് ചെയ്യണം. ഒരു വരി ഇങ്ങനെ. അതാരാ വരച്ച കച്ചറയാക്കുന്നത്? ഒരു വരി ഇങ്ങനെ. 5 മതി. ഒരു വരി ഇങ്ങനെ. സംസാരിക്കല്ല പ്ലീസ്. ഞാൻ കോഹോസ്റ്റ് ഒഴിവാക്കി. നിങ്ങളാണ് വർത്താനം പറഞ്ഞത്. ഏതൊരു കുട്ടിയാണ് സംസാരിക്കുന്നത്. ഒരു വരി ഇങ്ങനെ. ഒരു വരി ഇങ്ങനെ. ശരി. അതിന് മൈക്ക് മ്യൂട്ട് ചെയ്യും. കോഹോസ്റ്റായ കുട്ടി മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. അതാരാണത്? ആരോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. വേറെ കളിക്കുകയാണോ? ആ കുട്ടീനെ റിമൂവ് ചെയ്യട്ടെ. ആരാണോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചത്? മുഹമ്മദ് സയാനെ? സാർ ഇവിടെ കാണില്ല. ശരി. മുഹമ്മദ് സയാൻ നേരെ 12 എന്തോ സങ്കടം. മൈക്ക് മ്യൂട്ട് ചെയ്തോളെ. മ്യൂട്ട് ചെയ്ത് പിടിക്കും മക്കളെ. ആരോ മൈക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഇടങ്ങാറാണ്. ഞാൻ ആ കുട്ടീനെ കാണുന്നില്ല. കോഹോസ്റ്റ് ആക്കി പോയ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. ഐഡിയ ഒന്ന് പറഞ്ഞിരുന്നു. ഞാൻ റിമൂവ് ചെയ്യുന്നു. ശരി. മേലെ 12.
ഇതിലെ 12, ഇതിന്റെ അടിയിലും 12, ഇവിടെ 5 ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ചിത്രം ഒന്ന് വരച്ചെല്ലാവരും. ഇത് 3 ആണ്. മൈക്ക് മ്യൂട്ട് ചെയ്യൂ, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. കോഹോസ്റ്റായ കുട്ടികൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത്. ഏതാണ് സൂര്യദേവ്? ആ ID വെറുതെ ഓൺ ചെയ്ത് പിടിച്ച ID ഏതാണ്? സാറേ ഇത് ജിഷ്ണ ജോഷി എന്ന അക്കൗണ്ടാ, ഞാന് കോഴ്സ് റിമൂവ് ചെയ്ത്. റിമൂവ് ചെയ്തില്ലേ? ആ, അവിടെ നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും ആ കുട്ടീനെ. കുട്ടി മൈക്ക് ഓൺ ചെയ്തിട്ട് അങ്ങോട്ട് പോയതാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ വരച്ചിരിക്കുന്ന ഈ രൂപത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് 36 സെന്റിമീറ്റർ. അതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെയുള്ള ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഇതിന്റെ ഏരിയ എത്രയാണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ഫിഗർ? മുഹമ്മദ് സയ്യാന ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുമോനെ. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗറിന്റെ മുകളിൽ 12 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്, താഴത്തും 12. അതിന്റെ ലെഫ്റ്റ് സൈഡില് അതിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത് 5 സെന്റിമീറ്ററും പിന്നെ അതിന്റെ റൈറ്റ് സൈഡിലും 3 സെന്റിമീറ്ററിന്റെ ഒരു സാധനമുണ്ട്. അതിന്റെ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 36 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ? വാട്ട് ഈസ് ദ ഏരിയ അറിയാവുന്നവരൊന്ന് ടൈപ്പ് ചെയ്യട്ടെ. നമുക്ക് എത്രയാ ഒരു ഏരിയ കണ്ടുപിടിച്ച് നോക്കാൻ. നേരത്തെ ഏതൊരു നാദാപുരത്തെ ആനിയ കേൾക്കാമോ മോളെ? സാറേ മദ്രസയിൽ എക്സാമാണ്. ഞാനിപ്പോ മദ്രസ പോണ്ടല്ലൊക്കെ പോയിക്കോളൂ. ഞാനിപ്പോ നിർത്താൻ പോവുകയാണ്. ആനിയ എത്രയാ മോളെ കിട്ടിയേ? 60 60 ആകുമ്പോ ഈ കഷ്ണം കൂടി അങ്ങ് ചേരൂലേ? ഇവിടെ കഷ്ണം ഇല്ലാലോ, ചെറിയ പീസ് ഇവിടുന്ന് പോയില്ലേ മോളെ? ഇന്നൊരു 60 ഉണ്ടാവൂലോ. ക്ലാസ് കഴിഞ്ഞാൽ എന്നൊന്ന് വിളിക്കാമോ ആനിയക്ക്? ക്ലാസ് കഴിഞ്ഞാൽ ഒന്ന് വിളിക്ക്. കോഹോസ്റ്റാകുന്ന കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞൊന്ന് വിളിക്കണം. എനിക്ക് 3-4 സാർ എല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് 36 ഒന്ന് മൈനസ് ചെയ്താ പോരെ? എല്ലാം കൂടി പ്ലസ് ചെയ്ത് 36 എല്ലാം കൂടി ഇല്ല. കിട്ടിയ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം, ടൈപ്പ് ചെയ്യാം. സൂര്യദേവ് ആരെങ്കിലും യഥാർത്ഥ ഉത്തരം ടൈപ്പ് ചെയ്ത് നോക്കൂ. ഓക്കെ സാർ, ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ആരും ടൈപ്പ് ചെയ്യുന്നില്ല, എന്താ പ്രശ്നം? അതെന്താണ്? ഈ സൂര്യദേവേ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കാണിച്ചെങ്കിൽ ഇതിങ്ങനെ കുത്തനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്തായാലും 5 അല്ലേ സൂര്യദേവേ? അപ്പൊ ഈ ഒരു പീസ് എത്രയായിരിക്കും? മനസ്സിലായില്ലല്ലേ? ഇത് 5 ആണ് എങ്കിൽ ഈ അളവ് ഇപ്പൊ നീളം കൂടുതലായിട്ടൊന്നും തോന്നുമെങ്കിലും ഇത് 3 ഇത് 5 ആണെങ്കിൽ ഇത് എത്രയാണ്? അതാ എന്റെ ചോദ്യം. 2 അതെങ്ങനെയാ? ഒരു മട്ട ത്രികോണത്തില് 2 അളവുകൾ തന്നു. ഇവിടെ 4 തന്നു, അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് 5 തന്നു, ഇവിടെ 3 തന്നു. ഇത് എത്രയായിരിക്കും? 9 ആണോ? ഇത് ആണ്. ആനിയെ വിളിക്കുക. ആനിയ പറയൂ. ആനിയ
ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ ഈ ഏറ്റവും നീളം കൂടിയ വശം ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് 5 തന്നു. ഇത് 3 തന്നു. അപ്പൊ ഇത് എത്രയായിരിക്കും? പഠിച്ചിട്ടില്ലേ? എന്റെ ഈ ചോദ്യത്തിന് മറുപടി ഞാനിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ വശം ഞാൻ 5 തന്നു, ഇവിടെ 3 തന്നു. ഇത് എത്രയായിരിക്കും എന്റെ ചോദ്യം? സർ 4 അല്ലേ? 4. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 4 അല്ലേ? യെസ് ഓർ നോ? യെസ് സർ. ഇനി അടുത്തതിലേക്ക് പോകണം. മനസ്സിലായില്ല. മനസ്സിലായി തരാം. ഒരു മട്ട ത്രികോണത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുന്നുണ്ടാവും ക്ലാസ്സിൽ. ആ മനസ്സിലായില്ലാത്ത കുട്ടികളോടാ പറയുന്നത്. മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കാര്യം ഇപ്പൊ പഠിക്കുന്നുണ്ടോ സ്കൂളിൽ? ആ കുട്ടി പറയൂ. ഇല്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഓർത്തില്ല. അങ്ങനെയാണെങ്കിൽ 4, 3 എന്ന് പഠിച്ചു കഴിഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, 16 9 കൂടി കൂട്ടിയാൽ 25ന്റെ സ്ക്വയർ റൂട്ടായ 5 ആണ് ഇത് കിട്ടുക. നേരെ തിരിച്ച് ഇവിടെ 4 തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 5ന്റെ സ്ക്വയർ ആയ 25ൽ നിന്ന് 3ന്റെ സ്ക്വയർ ആയ 9 മൈനസ് ചെയ്താൽ കിട്ടുന്ന 16ന്റെ സ്ക്വയർ റൂട്ടായ 4 ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പൊ അത് നിങ്ങൾ പഠിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് 4 ആണ് കിട്ടുക. ഇനി എന്റെ ചോദ്യം, ഇത് മുഴുവൻ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 12 × 5 ആയ 60 ആണ്. അത് ശരിയാണ്. പക്ഷെ ഈ ഒരു പീസ് ഇല്ല. ഈ ഒരു പീസ് ഇല്ല എങ്കിൽ 60 പെരിമീറ്റർ പോരെ? ചോദ്യം, 60 നിങ്ങൾ എത്ര കുറയ്ക്കും? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എത്രയാണത്? 36. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നിങ്ങൾ കുറയ്ക്കുന്നുണ്ട്. അത് എത്രയാണ്? 36. നാപ്പതാ? 36. 6 40 ആണോ? 4 × 3 എത്രയാണ്? 4 × 3 ശ്രദ്ധിച്ചോളൂ. 12. 4 × 3 ആയ 12ന്റെ പകുതി ഹാഫ് BH എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ഏരിയ. അതിനാണ് നമ്മൾ ഈ 4 കണ്ടെത്തിയത്. 4നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ പകുതിയായ 4 × 3 12, 12ന്റെ പകുതിയായ 6. അപ്പൊ നമുക്ക് മൊത്തം കിട്ടിയ 60ൽ നിന്ന് 6 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 54 ആണ് നമ്മളുടെ ആൻസർ. മുഹമ്മദ് സയാൻ, ഈ പറഞ്ഞത് മനസ്സിലായോ? യെസ് സർ. യെസ്. ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഇതെങ്ങനെയാണ് 54 കിട്ടിയത്? ഇതിലൊരു ഫിഗർ ഉണ്ട്. ആ ഫിഗറിനെ സാറ് ഒരു മിനിറ്റ് നോട്ട് ചെയ്തോട്ടെ. കേൾക്കാമോ മോളെ? യെസ് നോക്കിയത് 54 കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? യെസ്. എങ്ങനെ കിട്ടിയത് പറ. 1 മിനിറ്റ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഇവിടെ 5, 24 നമുക്ക് മൊത്തം ഒരു തന്നിരിക്കുന്ന ഇതിന്റെ പെരിമീറ്റർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ചുറ്റളവ് എത്രയാണ് തന്നിരിക്കുന്നത് ചോദ്യത്തിന്? 36. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഈ ഒരു രൂപത്തിന്റെ, ഇതിവിടെ ഇല്ലായിരുന്നു, ഈ പീസ് ഇവിടെ ഇല്ല. ഈ ഒരു രൂപത്തിന്റെ നിങ്ങളോട് ചോദിച്ചതാണ് ഈ ഒരു രൂപത്തിന്റെ പരപ്പളവാണ് ചോദിച്ചത്. ആ പരപ്പളവ് കണ്ടുപിടിക്കാനാണ്. ആനിയ ഒന്ന് പറയാമോ എങ്ങനെയാ കിട്ടിയത്?
ഇതിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്ററും മറ്റേ സൈഡ് 3. അപ്പൊ 4 ഇൻറ്റു ഈ 3 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? 3 തന്നിട്ടുണ്ട്. ആ, അതേ സമയത്ത് ഈ 3 ഇവിടെ തന്നതുകൊണ്ട് പിന്നെ എങ്ങനെ ഇത് 4 കിട്ടിയിരുന്നു എന്റെ ചോദ്യം? സ്ക്വയർ ഇവിടെ നിങ്ങൾക്ക് 5 തന്നിട്ടുണ്ടല്ലോ മോളെ. ഇവിടെ നിങ്ങൾക്ക് 5 തന്ന സ്ഥിതിക്ക് ഈ ഭാഗവും 5 ആയിരിക്കൂലേ? യെസ്. ആ, അപ്പം 5ഉം 3ഉം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ 4 കണ്ടുപിടിക്കാൻ പ്രയാസമില്ലല്ലോ. അപ്പൊ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ ഹാഫ് പി എച്ച് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? യെസ് സർ. അപ്പം ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 12ന്റെ പകുതിയായ 6 കിട്ടില്ലേ? അപ്പൊ 12 ഇൻറ്റു 5 ചെയ്താൽ മൊത്തമായ ഇതിവിടെ മൊത്തമായിരുന്നെങ്കിൽ 60 കിട്ടുമായിരുന്നു. ആ 60 ഈ ഒരു ത്രികോണത്തിന്റെ പീസ് കുറച്ചാൽ 6 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ് മോളെ? 54. അപ്പോൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.